വിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടി താറ് എല്ലാം അവന്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എന്റെ അനിയൻ എനിക്ക് സമ്മാനമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, വളരെ നല്ല കുടുംബം, എത്ര മനോഹരമായി പോകുന്നു എന്നൊക്കെ കരുതും. ഇവരുടെ എല്ലാ കാര്യങ്ങളും 24 മണിക്കൂറും നമ്മളിങ്ങനെ എന്താണ് റീലൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് സന്തുഷ്ടരാണ് ഇവർ എന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ സ്വകാര്യ ദുഃഖങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉള്ള സമയത്തൊന്നും അവർ ഷൂട്ട് ചെയ്തിടുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. ഇതൊരു തരത്തിൽ സീരിയൽ കാണുന്ന പോലെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ പ്രണവ് പ്രവീണുമായി ബന്ധപ്പെട്ട് ഈ അടുത്തൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫാമിലിയുമായി ബന്ധപ്പെട്ട് തെറ്റി, വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളടക്കം ചർച്ച ചെയ്തതാണ് ആ വിഷയം. എന്തിന് ചർച്ച ചെയ്യുന്നു എന്ന് ആളുകളൊക്കെ പലപ്പോഴും അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിനും ചില കാര്യങ്ങളുണ്ട്. അതും ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതല്ല, റിയൽ ലൈഫിൽ കാണുന്നതല്ല റിയൽ ലൈഫിൽ ഉണ്ടാവുന്നത് എന്നുള്ളൊരു പാഠം കൂടിയാണ്. അത് ഞാൻ പറയാനുള്ള കാരണം തന്നെ പറയും. പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ പ്രണവ് പ്രവീൺ ഇവരുടെ വീഡിയോസൊക്കെ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അത് ആ വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്തൊന്ന് നോക്കൂ പാർത്ഥ. ഇങ്ങനെ സന്തോഷമായ ഒരു കുടുംബം നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയി. ഇങ്ങനെ ഒരു അമ്മായിയമ്മയെ കിട്ടണം, ഇങ്ങനെ ഒരു അമ്മായി അച്ഛനെ കിട്ടണം, ഇങ്ങനെ ഒരു അനിയനെ കിട്ടണം, ഇങ്ങനെ ഒരു ഫാമിലിയിലേക്ക് ചെന്ന് കയറാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഏതൊരു സാധാരണ പെൺകുട്ടിയും ഈ വീഡിയോസൊക്കെ കാണുന്ന ഏതൊരു സാധാരണ പെൺകുട്ടിയും മനസ്സിലാഗ്രഹിച്ചു പോകും. കാരണം രാത്രി 12 മണിക്ക് പുറത്തു പോകുന്നത്, അമ്മായിയമ്മ ഫുഡ് വായിൽ വാരി വെച്ച് കൊടുക്കുന്നത്, അനിയൻ പിന്നെ കേക്ക് ചേട്ടത്തിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത്, പാട്ട് പാടുന്നത്, കുഞ്ഞ് വരുന്നതിന് മുന്നേ ഈ മൃദുലയും പ്രവീണും പിന്നെ അച്ഛനും അമ്മയും ആകാൻ കാത്തിരിക്കുന്ന ദമ്പതികളായിരുന്നു. അപ്പോൾ ആ 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ കുഞ്ഞ് വരുന്നതിന് വേണ്ടി അതിൻ്റെ തൊട്ടിൽ കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഇങ്ങനൊരു വീട്ടിലൊന്നും ചെന്ന് കയറാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പല ആളുകളും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. ആരും അവനവൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ്, പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചിലർ ദാരിദ്ര്യം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് യൂട്യൂബിൽ, ചിലർ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് കാറുകളിൽ ഇരുന്ന് കുറ്റം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി പണം വാങ്ങുന്നവരുണ്ട്, ചിലർ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് പണം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ എന്തൊക്കെ രീതിയിൽ ഒരു ചെടി ഒരു പൂത്താൽ ആ പൂവിനെ വരെ വച്ച് വാർത്ത യൂട്യൂബ് ചാനൽ വാർത്താൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇടയ്ക്കൊരു ഫാമിലി ഒരു ഭാര്യയ്ക്ക് വേറെ അവിഹിതമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭർത്താവ് തന്നെ തമ്പിട്ട് യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കിയ അയാൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. റീച്ചിന് വേണ്ടി സ്വന്തം ഭാര്യ പിണങ്ങിപ്പോയതിന് അവൾക്ക് അവിഹിതമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തമ്പിട്ടത്. അങ്ങനെ അത്തരത്തിൽ ഏത് തരത്തിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രവീൺ മൃദുല അങ്ങനെയാണ് ആ യൂട്യൂബേഴ്സിന്റെ. കാരണം ഈ പ്രണവ് പ്രവീൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പേരുകൾ തമ്മിൽ വളരെ ഇത് തോന്നുന്നു. പെട്ടെന്ന് പ്രവീൺ മൃദുല ഗർഭിണിയാണ്. പിന്നീട് ഇവർ വീട്ടിൽ നിന്ന് കുറച്ച് പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവർ വീട്ടിലുള്ള വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഇവർ തന്നെ ഇവരുടെ വീഡിയോകളൊക്കെ ഇട്ട് രംഗത്തെത്തിയിട്ട് ഇപ്പോൾ ഇത് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് എടുത്തത്. ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിനെ അമ്മായി അച്ഛനും ഗാർഹിക പീഡനം, അമ്മായി അച്ഛനും ഭർത്താവിൻ്റെ അനിയനും കൂടി വല്ലാതെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നു. അതിൻ്റെ തെളിവ് ഉൾപ്പെടെയാണ് ഈ പ്രവീണിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു 3 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം ജനങ്ങളാണ് അത് കണ്ടത്. കാരണം കൃത്യമായി ആ പെൺകൊച്ച് പൂർണ്ണ ഗർഭിണിയായ കൊച്ചാണ്. കാരണം അതിന് കുഞ്ഞ് വരാനായി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിനുവേണ്ടി സന്തോഷിക്കേണ്ട സമയം, ആദ്യമായി അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം. ആ പെൺകുട്ടി കരയുകയാണ്, നിലവിളിച്ച് കരയുകയാണ്. ഈ അനിയനെന്ന് പറയുന്ന പ്രണവ് അതിൻ്റെ കൊങ്ങയിൽ പിടിച്ചിട്ട് കഴുത്തിൽ പിടിച്ചിട്ട് ഇറുക്കിയിട്ട് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ വിളിക്കുന്നു. അച്ഛൻ, അതായത് ഈ പ്രവീണിൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഈ പ്രവീണിനെ അച്ഛനും അനിയനും കൂടെ അടിച്ചതിൻ്റെയും
പിന്നെ തൊഴിച്ചതിൻ്റെ മാല വലിച്ചു പൊട്ടിച്ചതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെ എടുത്തു വെച്ചിട്ട് യൂട്യൂബിലിട്ട് പിന്നീട് വീട്ടുകാർ പിന്നെ കള്ളക്കഥകളുമായി വരുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചത്. അമ്മ പറയുന്നു നിന്റെ ഭാര്യ വന്നു കയറിയതിന് ശേഷമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അവളാണ് ഇതിൻ്റെയൊക്കെ മുഖ്യ കണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അമ്മ ഈ അനിയൻ്റെ വ്ളോഗിൽ പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, നീ ആ കുഞ്ഞ് ഇവിടുത്തെ കുഞ്ഞാണ്. ആ അമ്മ തന്നെ പറയുന്നു ആ കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്രയും. ആ കുഞ്ഞ് എന്ത് പിഴച്ചു? അപ്പോൾ ഒരു സ്ത്രീയെ, ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ച് ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ അതിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സന്തോഷകരമായ സമയത്ത് അതിനെ പൂർണ്ണമായും അതിനെ കരയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മാനസിക സമ്മർദ്ദം കൂട്ടിക്കൊണ്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വയറ്റിൽ ചവിട്ടി എന്ന് പറയുന്നു, തൊഴിച്ചു എന്നൊക്കെ പറയുന്നു. ഇവർ പറയുന്നു അതായത് സത്യമുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കണം. ഗാർഹിക പീഡനമാണ് നടന്നത്. പൂർണ്ണ ഗർഭിണിയെ ശാരീരികമായും മാനസികമായും തകർത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ പോലീസ് കേസെടുക്കണം. ഞാൻ പറയുന്നത് വനിതാ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടണം. ഇനി ഒരു പെൺകുട്ടിക്കും, ഇതൊരു യൂട്യൂബ് ചാനലിനപ്പുറം ഇത് ഇനി ഒരു പെൺകുട്ടിക്കും ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു വലിയ ഗാർഹിക പീഡനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് അവർ വീഡിയോ ആക്കാൻ എടുത്ത് വച്ചതാണെങ്കിൽ പോലും ഇതിൻ്റെ ആഴം, ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ, ഈ കേസിൻ്റെ വ്യാപ്തി എത്രയെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇവർ അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാത്തതെന്ന് തോന്നുന്നു. എന്തായാലും പോലീസും ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ വിഭാഗങ്ങളുമൊക്കെ ഇതിൽ സ്വമേധയാ കേസെടുക്കണം. ആ തൊഴിച്ച സമയത്ത് ആ വയറിൽ കിടന്ന കുഞ്ഞിനും ആ പെൺകുട്ടിക്കും എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ. അല്ല, ഇത് CCTV ദൃശ്യങ്ങളാണോ പുറത്തു വന്നത്? അല്ല, ഈ വഴക്കിനും അടിയും നടക്കുന്ന സമയത്ത് ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ മൃദുല എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഭർത്താവ് യൂട്യൂബർ അവൻ എടുത്തു വെച്ച ആ ചെറുപ്പക്കാരൻ എടുത്തു വെച്ച വീഡിയോസാണ് അവർ തന്നെ പുറത്തു വിട്ടിരിക്കുന്നത്. മറ്റവർ അറിയാതെ എടുത്തു വെച്ചിട്ട് ആ പെൺകുട്ടി അതിൽ കരഞ്ഞു പറയുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ്. നമ്മൾ ഈ ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് വയറിലൊരു കുഞ്ഞും കൂടെ ഉള്ള സമയത്ത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞാൽ നമുക്കത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പാർത്താൻ. കാരണം നമ്മളൊരു കുഞ്ഞിനെ, ഒരു അമ്മയാകാനുള്ള സന്തോഷം, അതിലപ്പുറം നമ്മുടെ ശരീരം അനുഭവിക്കുന്ന കുറേ വേദനകളുണ്ട്. ഒരു പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞെപ്പോൾ വരും എന്നുള്ള ആദിയിൽ പല വേദനകളും, ആ സന്തോഷത്തിൽ പല വേദനകളും ആ പെൺകുട്ടി മറന്നുപോകും. ഇവിടെ ഒരു പെൺകുട്ടി ഏങ്ങലടിച്ച് കരയുകയാണ്. എന്നെ ഉപദ്രവിച്ചു, എന്നെ ചവിട്ടി, എന്നെ തെറി പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഒരു രാത്രി ഒരു പെൺകുട്ടിയെ, പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ, ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് അച്ഛനും അമ്മയും. ആകട്ടെ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്ന അച്ഛനെയും അനിയനെയും നമുക്ക് വെറുതെ വിടാമെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താം. പക്ഷെ ആ അമ്മ, രണ്ട് പ്രസവിച്ച സ്ത്രീ, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്തരം വേദനകളൊക്കെ, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളും ഒരു പ്രസവ വേദനയും ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരമ്മയ്ക്ക്, ഒരു നിറവയറുമായി നിൽക്കുന്ന തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ, സ്വന്തം മകൻ്റെ ഭാര്യയുടെ കുഞ്ഞ്, തൻ്റെ കുഞ്ഞ് തന്നെയാണത്. അതിൻ്റെ നേരെ കാലുമടക്കി തൊഴിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ്? എന്തൊരു ഇവരുടെയൊക്കെ മനസ്സെന്താണ് ഈ പുതിയ ലോകത്തിൽ? ഇപ്പം അടുത്ത് ഞാനൊരു കാര്യം കണ്ടു, സീരിയൽ ചുരുക്കാൻ പോകുന്നു, നിരോധിക്കാൻ പോകുന്നു വനിതാ കമ്മീഷൻ എന്നുള്ളൊരു ഇത് കണ്ടു. സത്യമാണോ എന്ന് എനിക്കറിയില്ല. അതാണ് ഈ സീരിയലുമായി ബന്ധപ്പെട്ട് വളർന്നു. ആധുനികമായി നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുന്നു. ചിന്താഗതികൾ മാറി. പല അമ്മായിയമ്മമാരിപ്പോൾ യോയോ അമ്മായിയമ്മമാരായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നന്ദി കയറുന്ന പെൺകുട്ടികൾ വീട്ടിലെ ജോലിക്കാരല്ല, അവരുടേതായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അമ്മായിയമ്മമാരുടെ കാലത്ത് സീരിയലുകളിൽ ഇപ്പോഴും അമ്മായിയമ്മ ദുഷ്ടത്തിയാണ്. ദുഷ്ടത്തികളായ അമ്മായിയമ്മകൾ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 100 എണ്ണം എടുത്താൽ അതിലൊരു 25 എണ്ണം അങ്ങനത്തെ കേസുകൾ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ സീരിയലുകളിലും അമ്മായിയമ്മ ദുഷ്ടത്തിയാണ്. ഒരു വിവാഹ ജീവിതം ഡിവോഴ്സ് ആവുന്നതിന് മുൻപ് തന്നെ അടുത്ത വിവാഹം കഴിക്കാം സീരിയലുകളിൽ. എനിക്കറിയില്ല ഇതൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത്. അത് സീരിയലല്ലേ, നിങ്ങളതങ്ങ് ഇത് വർഷങ്ങളോളം സിനിമയാണെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളതങ്ങ് മറക്കും. അല്ല, ഈ
സീരിയലുമായി ബന്ധപ്പെട്ട് സിനിമയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന തരം കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ പറഞ്ഞ വലിയ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് ഈ സീരിയലുകൾ കൊടുക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം ഇതിൽ അഭിനയിക്കുന്ന ആളുകൾ സീരിയലും സിനിമയും ഒക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും മനുഷ്യനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ഈ സീരിയൽ ഒറ്റയടിക്ക് നിർത്തണമെന്നോ അതിലെ കലാകാരന്മാർ ബുദ്ധിമുട്ടാക്കണമെന്നോ പറയുന്ന ഒരാളല്ല ഞാൻ, അങ്ങനെ ഞാനോട്ട് പറയുകയുമില്ല. പക്ഷേ വനിതാ കമ്മീഷൻ അത്തരത്തിലൊരു ആലോചന നടത്തുന്നു. ആഴ്ചയിൽ 3 തവണ മാത്രമേ സീരിയൽ പ്രദർശിപ്പിക്കാവൂ, കണ്ടന്റുകളൊക്കെ പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുവെന്ന് കേൾക്കുന്നു. പക്ഷെ അതിനെതിരെയൊക്കെ നടക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ സമൂഹത്തിന് കൊടുക്കുന്ന ചില സന്ദേശങ്ങൾ മനുഷ്യരെ കല്ലാക്കി മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ MIT ന്യൂസ് പോലത്തെ നല്ല സീരിയലുകളൊക്കെ ഉണ്ട് എന്നുള്ളതും ഒരു ഭാഗത്താണ്. ചിരിക്കാൻ വകയുള്ള ചില സീരിയലുകളും ഇപ്പുറത്തുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാം. ഒരു അമ്മ തൻ്റെ സ്വന്തം മകൻ്റെ കുഞ്ഞിനെ, നിറവയറുമായി നിൽക്കുന്ന കുഞ്ഞിനെ ചവിട്ടാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വളർന്നു വരുന്ന കുഞ്ഞിനൊരു അവകാശമുണ്ട്, ജീവിക്കാനുള്ള അവകാശം, സ്വതന്ത്രമായി വളരാനുള്ള അവകാശം, ആ പെൺകുട്ടിക്കൊരു അവകാശമുണ്ട്. അതിനെതിരായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വത്തിനെതിരായിട്ടുള്ള ജീവൻ അപഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ മനഃപൂർവ്വമായ വധശ്രമത്തിനും അതുപോലെ തന്നെ ഗാർഹിക പീഡനത്തിനുമൊക്കെ പോലീസ് കേസെടുത്ത്, വനിതാ കമ്മീഷൻ കേസെടുത്ത് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നതിലപ്പുറത്തേക്ക് അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ചർച്ചകൾ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കേണ്ട ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ക്രൂരമാണ്. ആ പെൺകുട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, ഈ ഭാഗത്ത് പ്രശ്നം ഉണ്ടാകും, ആ ഭാഗത്ത് പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഒരു പൂർണ്ണ ഗർഭിണിയോട് നിങ്ങൾ കാണിച്ചത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതിന് പരസ്യമായി പറഞ്ഞാൽ ഒന്നും മതിയാകില്ല. ഇതിൽ കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. തീർച്ചയായും. എന്നിട്ട് മറ്റൊരു റീൽ എടുത്തുകൊണ്ട് അഭിനയിക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകളെയാണ് ലോകത്ത് വിശ്വസിക്കാനേ പാടില്ല. ഈ ഒരു വീഡിയോ പുറത്തു വന്നില്ലെങ്കിൽ ഇവരെ കുറ്റം പറയില്ലായിരുന്നു ആളുകൾ. അപ്പോ ഇത്തരം ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ, ക്രൂരതയുള്ള ആളുകൾക്കെതിരെ നിയമത്തിന്റെ വഴി തന്നെ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്.